കാർഷികാഭിവൃദ്ധിക്കും കുടുംബൈശ്വര്യത്തിനും വേണ്ടി തമിഴ് ജനത ആചരിച്ചു വരുന്ന പൊങ്കൽ ഉത്സവത്തിന് തുടക്കമായി. പാലക്കാടിന്റെ കിഴക്കൻ അതിർത്തി ഗ്രാമങ്ങളും തൈപ്പൊങ്കലിനെ വരവേറ്റു. തമിഴ് സംസ്കാരവുമായി ഇഴുകിച്ചേർന്ന ചിറ്റൂരിന്റെ കിഴക്കൻ മേഖലയിലെ വടകരപ്പതി, എരുത്തിയമ്പതി, കൊഴിഞ്ഞാമ്പാറ, പെരുമാട്ടി, പട്ടഞ്ചേരി, കൊല്ലങ്കോട്, അട്ടപ്പാടി, ആനക്കട്ടി മുതൽ മുതലമട, ചെമ്മണാമ്പതി വരെയുള്ള ഗ്രാമങ്ങളിൽ തമിഴ് തിരുനാൾ എന്നറിയപ്പെടുന്ന പൊങ്കൽ വലിയ ഉത്സവമാണ്. കാപ്പുകെട്ടൽ, തൈപ്പൊങ്കൽ, മാട്ടുപൊങ്കൽ, പൂപ്പൊങ്കൽ എന്നിങ്ങനെ 4 ദിവസങ്ങളിലായാണ് ആഘോഷം നടക്കുന്നത്. തമിഴ് ജനതയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഉത്സവമായ പൊങ്കലിന്റെ ഭാഗമായി വീടുകൾ അലങ്കരിച്ച പശുത്തൊഴുത്ത്, കളപ്പുരകൾ എന്നിവ നിറങ്ങൾ പൂശി ഭംഗിയാക്കി. പഴയതെല്ലാം നശിപ്പിച്ച് വീടുകളിൽ പുതുതായി വാങ്ങി ശേഖരിക്കുന്ന പോക്കി പൊങ്കലാണ് ആദ്യം നടന്നത്. കാപ്പുകെട്ടലോടെ ആരംഭിച്ച പൊങ്കലുത്സവത്തിൽ തൈപ്പൊങ്കൽ ആഘോഷം ഗംഭീരമായി. തൈപ്പൊങ്കൽ ആഘോഷത്തോടനുബന്ധിച്ച് വീടുകളിൽ പൊങ്കൽ വെപ്പ് നടന്നു. കർഷകർ വീടിന് പുറത്ത് പ്രത്യേകമായി മണ്ണുകൊണ്ട് നിർമ്മിച്ച അടുപ്പിൽ സൂര്യൻ ഉദിക്കുന്ന സമയത്തോ സൂര്യാസ്തമയ സമയത്തോ ആണ് പൊങ്കൽ വയ്ക്കുന്നത്. പച്ചരിപ്പൊങ്കൽ, ശർക്കര പൊങ്കൽ എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള പൊങ്കൽ വയ്ക്കുന്നു. സൂര്യദേവന് നന്ദി സൂചകമായാണ് ഇത്. பொன்னு விளையற பூமியடா, விவசாயத்தை பொறுப்பாக கவனிச்சு பாருமடா, உண்மையாய் உழைக்கிற மண்ணிலே எல்லா நன்மைகளும் வந்து சேருமடா, வந்து சேருமடா. மணப்பாறை மாடு கட்டி மாயபுரம் ஏறுபூட் வயக்காட்டை விழுது போல் செல்லக்கண்ணு പശുന്തഴിയെ പോട്ട് പാടുപോൾ ചെല്ലക്കണ്ണ്. ചൊവ്വാഴ്ചയാണ് മാട്ടുപൊങ്കൽ. ഭൂമിദേവിയെയും കന്നുകാലികളെയും ആദരിക്കുന്ന ചടങ്ങാണ് മാട്ടുപൊങ്കൽ. ആഘോഷത്തിന്റെ മുഖ്യ ഇനമായ പൂപ്പൊങ്കൽ ബുധനാഴ്ച നടക്കും. പൊങ്കൽ ദിനமான இன்று சீரும் சிறப்புமாக மிக சந்தோஷமாக இன்றைய இந்த கிராமீண ஜனங்கள் எல்லாரும் பொங்கல் விழாவை மிக திருப்தியாக ஆகோஷமாக நல்ல சிறப்பாக சீரும் சிறப்பாக நடத்தியிருக்கின்றோம். இதை மற்றுள்ளவர்களும் தெரிந்து அதை புரிந்து அதை மனசிலாக்கி அதனுடைய மகத்துவத்தை கொண்டு நல்ல ஒரு அமைப்பாக தமிழர்களுக்கு ஒரு அமைப்பாக அது பாலக்காடு ஜில்லாவிலே கிழக்கு பாகத்திலே இருக்கப்பட்ட தமிழர்களுக்கு பிரத்யேகமான ஒரு உற்சவமாக ஒரு நாடன் உற்சவமாக இது நடந்து வருகின்றது. வருஷம் நாங்கள் இதை கொண்டாடுகின்றோம். பொங்கல் திருவிழா என்பது ரொம்ப சிறப்பானது. இதில் புது திருமணம் அடைந்த தம்பதிகளுக்கு புத்தாடை அணிந்து பொங்கல் வைத்து பாட்டும் பரவசமாக நடந்து கொள்வதற்கு இந்த பொங்கൽ திருவிழா ரொம்பவும் சிறப்பானது. മണ്ണുകൊണ്ട് ദൈവവിഗ്രഹങ്ങളുണ്ടാക്കി കുളങ്ങളിലും പുഴയിലും ഒഴുക്കാനായി കുമ്മിയടിച്ചെത്തുന്ന സ്ത്രീ കൂട്ടായ്മയിൽ നടക്കുന്ന ആഘോഷത്തോടെയാണ് പൊങ്കലുത്സവം സമാപിക്കുന്നത്. UTV ന്യൂസ്, പാലക്കാട്.